ഓക്കെ മോർണിംഗ്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഫാൾസ് ഫ്രൂട്ടിനെ കുറിച്ച് പറയാണ്ടിരിക്കുകയാണ് അല്ലെ. അതൊരു പുതിയ ഫാൾസ് ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പോഴാണ് ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താണ് മറ്റു ഫാൾസ് ഫ്രൂട്ട്. ഫാൾസ് ഫ്രൂട്ട് ഏതാണ്? ആപ്പിൾ ആണെന്ന് പറഞ്ഞു. ആപ്പിളിന്റെ ക്രോസ് സെക്ഷൻ, ലോങ് സെക്ഷൻ അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എൻട്രൻസ് ഒക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് ഇനി മറ്റു ഫാൾസ് ഫ്രൂട്ടിനെ കുറിച്ച് ചിന്തിക്കാം. സ്ട്രോബെറി. ഫാൾസ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഫ്രൂട്ട് ഡെവലപ്പ് ഫ്രം എനി അതർ പാർട്ട് ദാൻ ഓവറി, മേ ബി ഫ്രം തലാമസ്. അല്ലെങ്കിൽ തിരിച്ചു പറയാൻ വരും തലാമസ് ആൾസോ ടേക്ക് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട്. ഇറ്റ് ഈസ് കാൾഡ് ഫാൾസ് ഫ്രൂട്ട്. സാധാരണ ഫാൾസ് ഫ്രൂട്ടിൽ തലാമസ് മാത്രമേ പങ്കെടുക്കാറുള്ളൂ. കാഷ്യൂനട്ടിനകത്തും ആപ്പിളിനകത്തും അങ്ങനെ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാലും മതി. തലാമസ് കൂടെ പങ്കെടുക്കുകയാണെങ്കിൽ അതാണ് ഫാൾസ് ഫ്രൂട്ട്. ഇപ്പൊ സ്ട്രോബെറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ഫ്രൂട്ടാണ്. പടം പുസ്തകത്തിലുണ്ട്. ഇതിനകത്ത് ഇത്ര ഭാഗം തലാമസ് ആണ്. കണ്ടോ? ഇത്ര ഭാഗം തലാമസ് ആണ്. ഇത് ചെയ്ത് ഫ്രൂട്ടാണ്. അതിനകത്ത് തലാമസ് പങ്കെടുത്തിട്ടുണ്ട്. ഇത് അതിന്റെ ഓവറിൽ നിന്നുണ്ടായ ഭാഗം. ഇവിടെ അക്കീൻ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അക്കീൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിനകത്തുള്ള സീഡ്സ് ഇങ്ങനെയാണ്. സീഡ്സ് ഈ ഫ്രൂട്ട് പാർട്ടിനല്ല അക്കീനുള്ളത്. ഈ സീഡിന്റെ ഒരു പ്രത്യേക നേച്ചറുണ്ട്. ഈ ഫ്രൂട്ട് ഈസ് ആൻ അക്കീൻ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. എന്താണ് അക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഓവറിൽ നിന്നുണ്ടായ പാർട്ടാണ്. അതിനകത്ത് ഈ സീഡ് ഓവറി ആയിട്ടൊന്ന് ഒട്ടിരിക്കാതിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അക്കി എന്ന് പറയുന്നത്. ഡെഗസെന്റ് ഫ്രൂട്ടിനെയാണ് ശരിക്കും അക്കി എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ എന്താ പറയുന്നത്, നിങ്ങൾക്ക് സ്ട്രോബെറി കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തൊന്ന് തടവുകയാണെങ്കിൽ ഒരു വിവരാൻ തോന്നും. അത് ആ സീഡിന്റെ എഡ്ജാണ്. നിങ്ങളൊരു ചവണ ഉപയോഗിച്ച് അറ്റത്ത് പിടിച്ച് വലിച്ച ഉരി വരും. എന്ന് വെച്ചാൽ അതിന്റെ ഓവറിക്കകത്ത് ഒട്ടിയിരിക്കുക. ഒന്ന് മാമ്പഴം കുറുകെ മുറിച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്ത ഉരി വരും. ഇല്ല, അതിന് ഒട്ടിയിരിക്കുക. തേ കുറുകെ മുറിച്ചിട്ട് ചിരട്ടയോടെ വലിച്ചെടുത്ത വരും. അതൊക്കെ അത് ഒട്ടിയിരിക്കുക. പക്ഷെ സീഡ് ഒട്ടിയിരിക്കുക. നിങ്ങൾക്ക് അറിയണമെങ്കിൽ 4 മണിക്ക് പോയിട്ട് സീഡ് ഉണ്ടല്ലോ, ഫ്രൂട്ട്, അതെടുത്ത് ഞാൻ ചെവിയുടെ കീഴാക്കിടിക്കുക. അതിനകത്ത് ആ സീഡ് ഒന്ന് കറങ്ങി കൂടുന്നതാണ്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഫ്രൂട്ട് വ്യക്തിയും സീക്കോട്ട് നമ്മൾ ഒട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സീഡിനെയാണ് നമ്മൾ അക്കീൻസ്, അങ്ങനെയുള്ള ഫ്രൂട്ടിനെയാണ് അക്കീൻ എന്ന് വിളിക്കുന്നത്. നിങ്ങൾ എൻട്രൻസ് അത് അക്കീൻ എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിന്റെ എന്താണ് യഥാർത്ഥ ഡെഫിനിഷൻ ഇട്ട് വരാൻ. അപ്പൊ എൻട്രൻസ് ചോദിക്കത്തുള്ളൂ, ബോർഡാക്സാം ചോദിക്കുന്നില്ല. അപ്പൊ ദിസ് ഇസ് ആൾസോ എ ഫാൾസ് ഫ്രൂട്ട് അല്ലെ. ഏതാണ് വരുന്നതാണ്? സ്ട്രോബെറി. Strawberry fruit is also a false fruit because in the development of this fruit, what has participated? Thalamus also participated. Okay. നമ്മൾ ട്രൂ ഫ്രൂട്ട് പഠിച്ചു, ഫാൾസ് ഫ്രൂട്ട് പഠിച്ചു. ഇനി മറ്റു ഫ്രൂട്ടിനെ കുറിച്ച് പറയാം. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നമ്മൾ പാർത്തനോജെനസിസ് പഠിച്ചായിരുന്നല്ലോ. എന്തായിരുന്നത്? ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം ഫ്രം എ ഫീമെയിൽ ഗാമേറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അല്ലെ. ഇതാണ് പാർത്തനോകാർപ്പി. ഇത് സീഡ്ലെസ് ഫ്രൂട്ട് ആണ് കേട്ടോ. സീഡ്ലെസ് ഫ്രൂട്ട്. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിത്തൗട്ട് സീഡ് is called parthenocarpic. Development of fruit without seed is called parthenocarpic fruit. സീഡ് ഇല്ലാത്ത ഫ്രൂട്ട് പരിചയമുണ്ടോ? പൈനാപ്പിൾ സീഡ് ഉണ്ടോ? വാഴപ്പഴം സീഡ് ഉണ്ടോ? ഇല്ല. ചില മുന്തിരിങ്ങയുണ്ട്, സീഡ് ഇല്ലാത്തതാണ് അല്ലേ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ടിന് എക്സാമ്പിൾസ് ആണ്. സോ വാട്ട് ഈസ് പാർത്തനോകാർപ്പി? ഫ്രൂട്ട് വിത്തൗട്ട് സീഡ് is called parthenocarpy. Parthenocarpic fruits. Example: pineapple, then banana, seedless grape. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ നമ്മൾ മുന്തിരിങ്ങ തരുന്ന ഭയങ്കര ശല്യമായിട്ട് തോന്നുന്ന സീഡ് അല്ലേ. ചില മുന്തിരിങ്ങയൊക്കെ തിന്നുന്നത്, ചില സീഡ്ലെസ് ഗ്രേപ്പ് ഉണ്ട്. നമുക്ക് മുന്തിരിങ്ങയെ സീഡ്ലെസ് ആക്കി എടുക്കാം. വി ക്യാൻ ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി. ദാറ്റ്സ് കോൾഡ് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി ബൈ അപ്ലൈയിങ് സം പ്ലാന്റ് ഹോർമോൺ. ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട്. അപ്ലൈയിങ് പ്ലാന്റ് ഹോർമോൺ ഗിബർലിൻ ആൻഡ് ഓക്സിൻ. ഗിബർലിൻ ഓക്സിൻ തളിച്ചുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? പാർത്തനോകാർപ്പിക് സീഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സോ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. സോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി. ഏത് ഹോർമോൺസ് ആണ്? ഗിബർലിൻ ആൻഡ് ഓക്സിൻ. ഇതൊക്കെ തളിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമുക്ക് ചില സീഡ്ലെസ് ഓറഞ്ച് കടയിൽ വാങ്ങാൻ കിട്ടും, സീഡ്ലെസ് ഗ്രേപ്പ് കടയിൽ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബൈ അപ്ലൈയിങ് ദിസ് ടൈപ്പ് ഓഫ് ഹോർമോൺസ് വി ക്യാൻ മേക്ക് സീഡ്ലെസ് ഫ്രൂട്ട്സ്. ഇപ്പൊ ഞാൻ തന്നെ അങ്ങനെ മാവിന്റെ പിന്നെ തെങ്ങിന്റെ ഒക്കെ 2 തൈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്കകത്ത് ഞാൻ ഓക്സിജൻ തളിക്കുമ്പോൾ സീഡ്ലെസ് മാങ്ങയും സീഡ്ലെസ് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തോളൂ. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ്ഡ് പാർത്തനോകാർപ്പി. ഇനി നമ്മൾ പഠിക്കുന്നത് സീഡിനെ കുറിച്ചാണ്. ഈ സീഡിനെ കുറിച്ച് പഠിക്കുന്ന പുസ്തകത്തില് 1-2 പാഠങ്ങൾ അന്ന് പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. പാർത്തനോകാർപ്പി is the development of fruit without seed. Example: pineapple, banana, seedless grape.
പിന്നെ ഞാൻ പറഞ്ഞു we can induce parthenocarpy in plant. It's called induced parthenocarpy by applying plant hormones like gibberellin and auxin. And വലിയ പറഞ്ഞു. അടുത്തത് പുസ്തകത്തിൽ സീഡിന്റെ ചില പടങ്ങളുണ്ട്. നമ്മൾ ഇത് ഒരു പയർമെലിത്താണ്. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. പൈലം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് മൈക്രോ പൈലാണ്. ഈ സീഡിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ കഴിയും. ഇപ്പൊ ഇതിങ്ങനെ ഇരിക്കുന്ന സാധനം ഇങ്ങനെ വിളിച്ചാൽ കഴിയും. അപ്പൊ അങ്ങനെ വരയും അങ്ങനെ വരച്ചിട്ടുണ്ട്. സിമ്പിളല്ലേ? മനസ്സിലാവുമല്ലോ. ഇതുപോലെ മറ്റൊരു ഇത് പി ആണ്, പി പയർ. വേറൊരു ഒരെണ്ണമുണ്ട്, കടലാവണത്തിന്റെ സീഡ്, കാസ്റ്റർ. കാസ്റ്റർ എന്താണ് എന്ന് പറഞ്ഞപ്പോ വീഡിയോയുടെ താഴെ ആരും കമന്റ് ചെയ്യും. നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോക്കായിട്ട് കമന്റ് ചോദിക്കരുത്. നമ്മുടെ ഇന്ററാക്ഷൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വേണം ചോദിക്കാം. ഞാൻ വീഡിയോ ഇട്ട് ശേഷം അതിന്റെ കമന്റ്സ് നോക്കാറുണ്ട്. അത് നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമന്റ് ഇടണ്ട, നേരെ എന്റെ വാട്സാപ്പിലേക്ക് വന്നിട്ട് ഡൗട്ട് ചോദിച്ചു. ഓക്കെ, ആ കടലാവണക്കാണ്. കടലാവണ എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കടലാവണ അപ്പൊ അതിന്റെ സീഡാണ്. കടലാവണ ഫ്രൂട്ട് കണ്ടിട്ടായിരിക്കും ചെറിയ ചെറിയ മുണ്ട് പോലെയൊക്കെ ഇരിക്കും. ഇതാണ് കടലാവണ ഫ്രൂട്ട്. അതിനകത്ത് സീഡ് എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ ഇരിക്കും. അടയാളം തന്നെ കൊടുത്തതാണ്. ഇത് കീറിയ ഒരു പടം പുസ്തകം കൊടുത്തിട്ടുണ്ട്. ക്രോസ് സെക്ഷൻ ലൈക്ക് ദിസ്. അതിനകത്ത് സീഡ് കോട്ട്, പിന്നെ ഇങ്ങനെ സാധനം ഉണ്ട് അതിന്റെ താഴെ എന്താ ഞാൻ പറയാം. പിന്നെ ഇതിനകത്ത് ഇത് കോട്ടിലിടാണ്. കോട്ടിലിട. സോ ദിസ് ഇസ് കോട്ടിലിട. ഇതിനകത്ത് ഒരു ടിഷ്യൂ ഉണ്ട്. എൻഡോസ്പോം. എൻഡോസ്പോം ഉള്ള സീഡാണ്. എൻഡോസ്പോം സീഡാണ്. സോ അതിനകത്ത് എൻഡോസ്പോം ഉണ്ട്. Then this is embryo. കോട്ടഡ് ഉണ്ട്. ഇത് റാഡിക്കൽ. ഇതിനകത്ത് പിന്നുകളുണ്ട്. This is embryo. ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്ന പടം ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് അല്ലേ? ഇനി ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ വെച്ചിട്ട് എങ്ങനെ ഇരിക്കും? ആ പടവും വരച്ചിട്ടുണ്ട്. അതിങ്ങനെ അപ്പൊ എങ്ങനെ വരും? ഇത് പ്രീമിയം, ഇത് റാഡിക്കൽ, ഇത് കോട്ടിലിടൻ. ഇവിടെ ഉള്ളത് എൻഡോസ്പോം. ഇത് സീഡ് ഇങ്ങനെ ഇങ്ങനെ ഇത് സീഡ് ഇങ്ങനെ പിടിച്ചിട്ട് ആ പടമാണ് മനസ്സിലാവുന്നുണ്ട്. ഇതിങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ പിടിച്ചു. അതേപോലെ ഇങ്ങനെ ഇരിക്കുന്ന സീഡ് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെയാണ്. ഇതിനകത്ത് സാധനം കൂടി നമ്മൾ പുസ്തകത്തിനകത്ത് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് സീക്കോട്ടാണ്. ഇവിടെയാണ് സീക്കോട്ട്. ഇത് എൻഡോസ്പോം ആണ്. ഇവിടെയാണ് എൻഡോസ്പോം. ഇത് രണ്ട് കോട്ടകൾ. ഇപ്പൊ ഇങ്ങനെ ഒരു കോട്ട കാണാം. അപ്പൊ ഞാൻ എന്റെ കൈകള് എങ്ങനെ പിടിച്ചത് ഒരു കൈയിൽ കാണാൻ. അപ്പൊ ഇവിടെ അവിടെ കാണുന്നു. ഇങ്ങനെ പിടിച്ച കാണാനുണ്ട്. അതാണ് ഈ കാണുന്നത്. മനസ്സിലാകുന്ന നമുക്ക്. അപ്പൊ ഇതെല്ലാം ഓക്കെ. എൻഡോസ്പോമിസ്, കോട്ടഡേസ്, എവരിതിങ് ഓക്കെ. ഈ ടിഷ്യൂ എന്താ? വാട്ട്സ് ദി നെയിം ഓഫ് ദിസ് ടിഷ്യൂ? ഈ ടിഷ്യൂന്റെ പേര് കാറങ്കിൾ എന്നാണ്. കാറങ്കിൾ. കാര്യങ്ങൾ എന്ന് വെച്ചിരിക്കും. കാറങ്കിൾ. ഈ കൊച്ചുകുട്ടികളെ സ്കൂളിൽ കൊണ്ടാൻ വേണ്ടി അങ്കിൾ ഒരു ഭാഗമായിട്ട് വരുമ്പോ കൊച്ചുകുട്ടി അങ്കിൾ എന്താ പറയുക? കാറങ്കിൾ. അല്ലാണ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ കാര്യങ്കിൾ. പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. എൻട്രൻസ് രാവിലെ ഞാൻ പറയും. അവിടെ ഉള്ളു. അത്രേ ഉള്ളൂ. ഇതാണ്. ഇതെന്ത് സീഡാണ്? കാസ്റ്ററിന്റെ സീഡാണ്. ഇതെന്തിന്റെ സീഡാണ്? പി. പയറിന്റെ സീഡ്. അപ്പൊ ഇതിന്റെ ഫ്രൂട്ടിന്റെ പടം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. സീഡിന്റെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം അനുസരിച്ച് കാണിക്കുക. ഒക്കെ നിങ്ങൾ കണ്ടു. ഇത് സീഡിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി മറ്റൊരു സീഡിനെ കുറിച്ചും ഇവിടെ പുസ്തക പടം കൊടുത്തിട്ടുണ്ട്. മോണോകോട്ട് സീഡിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വരയ്ക്കാൻ ചിലപ്പോൾ പരിശോധിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം പുസ്തകത്തിലുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ വരച്ചിട്ട് കുഴപ്പമില്ല. പുസ്തകത്തിൽ നിന്ന് വരയ്ക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കണം. ഞാൻ ഈ ബോർഡിട്ട് വരയ്ക്കണ്ട. ഇൻസൈഡ് കാണപ്പെടുന്നത് വരച്ചിട്ടു. ഇനി ഇതൊരു മോണോകോട്ട് സീഡാണ്. ഈ പടത്തിന്റെ പുസ്തകത്തിലുള്ളത് ഇൻസൈഡ് കാണുന്ന കറക്റ്റായിട്ട് ബോധ്യപ്പെടും. ഇതിനകത്ത് ഇത് സീക്കോട്ട്. അപ്പൊ ഇത് സീഡാണ്. ഇത് കോട്ടിലിടൻ.
ഇത് റൂട്ട് ടിപ്പ്. റാഡിക്കലാണെന്ന് ഓർത്തോളൂ. So this is endosperm. This is cotyledon. അപ്പൊ എൻഡോസ്പേമസ് ഇതാണ്, മോണോകോട്ടിന്റെ ആണ്, ഒരു കോട്ടിന്റെ ഉള്ളു. സ്വാഭാവികം ഷൂട്ട് എഫക്ട്സ് ഇതാണ്. ഇത് പ്രീമിയോൾ. അപ്പൊ പ്രീമിയോൾ ഷൂട്ട് എഫക്ട്സ് പ്രീമിയോൾ തൊട്ട് കാണുന്നത് ഹൈപ്പോകോട്ടൈൽ. എന്താണ് വായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യം ഇടുന്ന ആൾക്കാർ എന്തുകളും ചോദിക്കുക. ഇതൊക്കെ കൊടുത്തതിന് ശേഷം അത് ലേവലിതൊക്കെ ചോദിച്ചാൽ നമ്മൾ കൺഫ്യൂഷൻ ആയി. ഒരിക്കലും വരച്ച് പഠിക്കാതെ പോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. സിമ്പിൾ ആണ്. ഇത് എൻഡോസ്പേം ആണ്. ഇത് എൻഡോസ്പേം ആണ്, ഇത് കോട്ടൺ ആണ്. അപ്പൊ ഇത് എൻഡോസ്പേമസിലാണ്. ഇത് ഷൂട്ട് എഫക്ട്സ് ആണ്, പ്രീമിയോൾ. തൊട്ട് താഴെ ഹൈപ്പോകോട്ടൈലാണ്. അല്ലെ മുകളിലാണെങ്കിൽ എപ്പികോട്ടൈലായിരുന്നു, ഇത് ഹൈപ്പോകോട്ടൈലാണ്. അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് ഭാഗങ്ങളുള്ളതാണ്. അതുപോലെ തന്നെ ഇത് റൂട്ട് ടിപ്പാണ്, റാഡിക്കലാണ്. സോ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഇത് പഠിച്ചോണം, പരീക്ഷയിൽ ചോദിക്കാം. നമ്മുടെ ഓടാസിനേക്കാൾ പ്രധാനതൊക്കെ എൻട്രൻസിനാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് സീഡിനെ കുറിച്ച് തൽക്കാലം പഠിക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ കിടക്കാൻ പോകുന്നത് ഞങ്ങൾ പഠിക്കാവുന്ന സീഡിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ്. പഠിച്ച ഇമ്പോർട്ടൻസ് ഓഫ് സീഡ്സ്. വീണ്ടും പറയുന്ന കാര്യങ്ങളിലും ഇതൊക്കെ വരച്ച് പഠിച്ചോളൂ. ചെടിക്ക് സീഡ് ഉള്ളതുള്ള നേട്ടം എന്താണ് നമുക്കറിയാം. താണവെള്ള ചെടികൾക്കെല്ലാം തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഗ്യാമറ്റ് അടുത്ത് വരണം. വെള്ളം അത്യാവശ്യമാണ്. ആൽഗ എടുക്കും, അത്യാവശ്യമാണ്. പ്രയോഫൈറ്റ് എടുക്കും, വെള്ളം അല്ലെങ്കിൽ സെക്ഷൽ നടത്താനേ കഥ. സോ ദയർ കാർഡ് ആംബിബിഷോ പ്ലാന്റ് ഉണ്ടാവും. ടെറോഡോഫൈറ്റ് എടുക്കും, അത് പ്രോത്താൽസിനകത്ത് മെയിൽ ഗ്യാമറ്റ് ഫീമെയിൽ ഗ്യാമറ്റ് വെള്ളത്തിലൂടെ പോകുന്നത്. ജിംനോസ്പേം വരുമ്പോഴേ ഒരു മാറ്റമൊക്കെ വരുന്നു. ജിംനോസ്പേമിന് സീഡ് ഉണ്ടല്ലോ, ആൻജിയോസ്പേമിന് സീഡ് ഉണ്ട്. അപ്പൊ സീഡ് എന്ന് പറഞ്ഞാൽ ഒരു നേക്സ് വരുന്നത് വരെ ഈ ടെൻഡറിന്റെ പോളിനേഷൻ അല്ലെ, പോളിനേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ പോളിനേഷന്റെ റിസൾട്ടായിട്ടാണ് സീഡ് ഉണ്ടാകുന്നത്. സീഡിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഒഴിവാക്കിയിരിക്കുകയാണ്. എക്സെപ്റ്റ് 30 ജനറ അല്ലെ. ജിംനോസ്പേമിനകത്ത് അക്വാട്ടിക് പ്ലാന്റ് ഒന്നും എല്ലാം ടെറസ്ട്രിയൽ. ആൻജിയോസ്പേമിലേക്ക് വരുമ്പോൾ 30 ജനറയുള്ള അക്വാട്ടിക്, ബാക്കി എല്ലാം തന്നെ എന്താണ്, ടെറസ്ട്രിയൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ the production of a seed eliminated the need of water for pollination and the seed production. ഇത് ഒന്നാമത്തെ പോയിന്റ് അല്ലേ. സോ സീഡിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ്. The production of seed in the evolution has evolved അല്ലെങ്കിൽ eliminated the need of water for pollination and fertilization because in algae, fungi, bryophyta, rhodophyta, water is essential for their pollination or for the sexual fusion fertilization. In most genera, most species, only a few species in fungi and some terrestrial algae and some terrestrial pteridophyte etc. has eliminated water. That's a speciality. So that is a special character. Ini seed is a product of sexual reproduction. Seed is a product of sexual reproduction. So it produces the seed with the embryo having sexual reproduction. Means fusion of two gametes with different genotype. That means seed is resulting the genetic recombination. ശരിയല്ലേ? ആണ് സീഡ് എപ്പോഴും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സെക്ഷൽ റിപ്രഷൻ വഴിയാണ്. അതുകൊണ്ട് തന്നെ ജീവികൾ കൂടി ചെറിയ പൊതു സ്വഭാവം ഉണ്ടാകും ചെയ്യും. എസെക്ഷൽ ആയിരുന്നെങ്കിലും ചെമ്പരക്ക് തണ്ട് മുറിച്ച് കിടന്ന പോലെയാണെങ്കിലും ഒരിക്കലും ജനറ്റിക് റീകോമ്പിനേഷൻ ഇല്ല, പുതിയ സ്വഭാവം ഉണ്ടാകുന്നില്ല. അപ്പൊ സീഡ് ഹെൽപ്പ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ക്യാരക്ടർ, പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. Then seed has an adaptive strategy for the dispersal into a new habitat to colonize other area. അല്ലെ നോർത്തു. ഇപ്പോ ഇല മുറിഞ്ഞ് വീഴുന്ന ചെടി കിളിക്കുന്ന പോലെ എന്താ പേരെന്താണ്, പ്രയോഫിൽ. അങ്ങനെ പോലെയായിരുന്നു എല്ലാ ചെടികളും. ആ ഇല മുറിഞ്ഞ് താഴെ വീഴുന്നു, കിളിക്കുന്നു അല്ലെ. താഴെ വീഴുന്ന ഇലയ്ക്ക് കിളിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അപ്പോഴും ഉണങ്ങി പോയി ചെയ്യും. സീഡാണെങ്കിലോ, ജിംനോസ്പേമിന്റെ സീഡാണെങ്കിൽ അത് പിന്നെ ചില ജന്തുക്കളാൽ ക്യാരി ദൂരം കൊണ്ടുപോകാം. ആൻജിയോസ്പേമിന്റെ സീഡ് ചെയ്യുന്ന ഫ്രൂട്ടിനുള്ളിലാണ്. ഫ്രൂട്ട് എന്ന് പറയുന്നത് നല്ല എഡിബിളായ സാധനമാണ്. മറ്റു ജന്തുക്കൾ അത് തിന്നിട്ട് ദൂരേക്ക് കൊണ്ടുപോകാം. സീഡ് പാറ്റത്ത് പറന്നു പോകുന്നതുകൊണ്ട്, വെള്ളത്തിൽ വീണ് ഒഴുകി പോകുന്നതുകൊണ്ട്, അങ്ങനെ സീഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് തന്നെ അതൊരു സ്ട്രാറ്റജിയാണ്. എന്താണ്? ടു ബി ഡിസ്പേഴ്സ്ഡ് ഇൻ ന്യൂ ഏരിയ ടു പ്രൊഡ്യൂസ് ന്യൂ കോളനീസ്. നമ്മൾ ഓർക്കണം, നമ്മൾ ഈ നാട്ടിൽ കാണുന്ന എല്ലാ വൃക്ഷങ്ങളും മരങ്ങളും എല്ലാം ആരെങ്കിലും കൊണ്ട് നട്ടതൊന്നുമല്ല. പലതും നാച്ചുറലായിട്ട്, വനത്തിലുള്ളതെല്ലാം നാച്ചുറലായിട്ട് ഡിസ്പേഴ്സ് ചെയ്യപ്പെടുന്നതാണ്. അതിന്റെ സീഡുകൾ വെള്ളത്തിൽ ഒഴുകി പോകാം, ജന്തുക്കൾ കൊണ്ടുപോകാം, കാറ്റത്ത് പറന്നു പോകാം.
അപ്പൊ അങ്ങനെയെല്ലാം പോയി കഴിഞ്ഞാൽ നൂലുകളെടുത്ത് പോയി വീണാലും ഒരാഴ്ച കഴിഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാലും ഒക്കെ ജെർമിനേറ്റ് ചെയ്ത് പുതിയ ചെടിയാവാനുള്ള കഴിവ് സീഡിനുള്ളത് കൊണ്ടാണ് ചെടികൾക്ക് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാൻ കഴിയുന്നത് അല്ലെ. ഇല്ലെങ്കിലോ ആ മരത്തിന്റെ ചുവട്ടിൽ മാത്രം വീട് കളിക്കും, അത് വളർന്നു വരുന്നത് ചെറുത് വലുത് ബാക്കി നശിച്ചു, ഒരിക്കലും ദൂരേക്ക് പോവുകയില്ല. സീഡിന് പകരം മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇപ്പൊ കരിമ്പിന്റെ തൈ എവിടെ കിട്ടും? കരിമ്പിന്റെ ചുവട്ടിലേ കിട്ടത്തുള്ളൂ. കാരണം എന്താ? കരിമ്പിന്റെ സീഡില്ല, പകരം അതിന്റെ സ്റ്റെം വീണാൻ കളിക്കുക, ആരെങ്കിലും കൊണ്ടുപോയി ഇടണം അല്ലെ. അപ്പൊ അതിന് അഡാപ്റ്റേഷൻ കണ്ടുപിടിച്ചത് മധുരമുള്ള ഒരു സ്റ്റെം ആയതുകൊണ്ട് മറ്റു ജന്തുക്കൾ എടുത്തുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അപ്പൊ സീഡ് എന്ന് പറയുന്നത് it is a new strategy to be get dispersed to new colonies and new area. അത് നല്ല കാര്യമല്ലേ. അടുത്തത് ഇറ്റ് ഹാസ് സഫിഷ്യന്റ് ഫുഡ് അല്ലെ. സീഡിനകത്ത് ആവശ്യമുള്ള ഫുഡ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ ഇൻടു എ ഹെൽത്തി പ്ലാന്റ് അല്ലെ. ഒരു കോഴി മുട്ടയ്ക്കകത്ത് ഒരു ന്യൂക്ലിയസും അതിൽ തിന്നാനുള്ള ഫുഡായ യോക്കും പിന്നെ സൈറ്റോപ്ലാസമായ വെള്ളക്കരും എല്ലാം കൂടി ചേർത്ത് അമ്മക്കോഴി ഇടുമ്പോൾ അത് എവിടെങ്കിലും ചൂട് കിട്ടിയാൽ വിരിഞ്ഞ് ഒരു ഹെൽത്തി ആയ കോഴിക്കുഞ്ഞായി പുറത്തു വരാനുള്ള കംപ്ലീറ്റ് ഫുഡ് തന്നെ തിരിപ്പുണ്ട് അല്ലെ. മനുഷ്യന്റെ കേസിൽ അങ്ങനെയല്ല, അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഫുഡ് അമ്മ കൊടുക്കണം. പക്ഷെ മുട്ടയ്ക്കകത്ത് അങ്ങനെയല്ല, അതിനകത്ത് ആവശ്യമുള്ള എല്ലാ ഫുഡ് വെച്ചതുപോലെ ഒരു സീഡിന്റെ അകത്തും എല്ലാം വെച്ചിട്ട് നമ്മൾ സീഡ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ സീഡ് കുഴിച്ച് തയ്യാവാൻ ആവശ്യമുള്ള കംപ്ലീറ്റ് ഫുഡ് ആ സീഡിൽ തന്നെയുണ്ട്. പിന്നീട് അത് അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് റിസർച്ച് ഫോട്ടോസ് ചെയ്ത് തുടങ്ങത്തോളൂ. അതുവരെ ആവശ്യമുള്ള കംപ്ലീറ്റ് ഫുഡ് അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ നല്ല കാര്യമല്ലേ. യങ് seedling will be nourished as much as they can capable of its own photosynthesis. ഒരു സീഡിനുള്ളിൽ ഇരിക്കുന്ന ഫുഡ് ആ എംബ്രിയോ വലുതായി ഒരു തൈയായി സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുണ്ടാകുന്നത് വരെയുള്ള ഫുഡ് അതിനകത്ത് ഇരിക്കും. നോ പ്രോബ്ലം. അതാണ് ഒരു അഡാപ്റ്റേഷൻ. മറ്റൊന്ന്, as it is a part of product of sexual reproduction, it has genetic recombination and help for variation and needed for evolution. ഞാൻ പറഞ്ഞു തന്നെയാണ്. മറ്റൊന്ന്, ഇറ്റ് ഇസ് എ ബേസിസ് ഓഫ് അഗ്രികൾച്ചർ. കൃഷി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ സീഡല്ലേ. സീഡിന് ഇങ്ങനെ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ നെല്ല് തന്നെ വിളവെടുത്തു, സീഡ് കിട്ടി, നെല്ല് കളക്ട് ചെയ്തു, ഒരാഴ്ച കൊണ്ട് അത് തിന്നു തീർക്കണം, ഒരാഴ്ച കഴിഞ്ഞ് അത് നട്ട് കഴിയണം, ഒരാഴ്ച കഴിഞ്ഞാൽ ചീഞ്ഞു പോകും എന്നായിരുന്നുവെങ്കിൽ കൃഷി ഉണ്ടാകുമോ? ഇല്ല. നമ്മൾ നെല്ലാണെങ്കിൽ ശേഖരിച്ച് കുറെ തിന്നും ബാക്കി കെട്ടി വെച്ചാൽ അടുത്ത സീസണിലാണ്, ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും, ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാലും നടക്കുക. അപ്പോഴും അത് അതിന്റെ ഡോർമൻസിൽ ഇരുന്നു കൊണ്ട് വയബിളായി തിരിച്ച് പുതിയ തയ്യാറാനുള്ള സ്വഭാവത്തിനുള്ളത് കൊണ്ടാണ് നമ്മൾ കൃഷി ചെയ്തത്. പകരം മറിച്ചായിരുന്നെങ്കിലോ കൃഷി എന്ന രീതി ഇവിടെ കാണത്തില്ല. പരച്ചീനിക്കാകുമ്പോൾ കമ്പ് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞ് ഉണങ്ങി കുറിച്ച് നട്ടില്ലെങ്കിൽ അല്ലേ. സീഡ് നമുക്ക് 2-3 വർഷം വെച്ചാൽ നമുക്കറിയാം. ചില സീഡുകൾ താമരയൊക്കെ സീഡ് 100 വർഷം കഴിഞ്ഞ് കിളിക്കും. 10,000 വർഷം കഴിഞ്ഞ് കളിക്കുന്ന സീഡിനെ കുറിച്ചും 2000 വർഷം കഴിഞ്ഞ് കളിക്കുന്ന സീഡിനെ കുറിച്ച് ചെയ്യുമ്പോൾ പറയും അത് സീഡിന്റെ പ്രത്യേക സ്വഭാവം. ചീരയുടെ ഇല മുറിഞ്ഞാണ് കളിക്കുന്നതെങ്കിൽ എത്ര നാള് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ കഴിയും? ചീരയുടെ 2 ദിവസം വാടിക്കും. കണ്ടിന്യൂ നട്ടാ കളിക്കുമ്പോൾ ഇല മുളയ്ക്കുന്ന ചെടിയായ പ്രയോഫലത്തിന്റെ ഒരു തൈ എടുക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഇല എവിടെയെങ്കിലും കുഴിച്ചിടണം. ഇവിടെ നില കുറച്ച് ഡെപ്പിക്കാൻ അടച്ചിട്ട് അടുത്ത വർഷം കുഴിച്ചിട്ട് കളിക്കുമില്ല. പക്ഷെ സീഡാണെങ്കിലോ അടുത്ത വർഷമോ അതിന്റെ അടുത്ത വർഷം കഴിഞ്ഞാലും കളിക്കും. മനസ്സിലായല്ലോ. Seed is the base of agriculture. Then dehydrated seed enter into dormancy that can be kept for long period for next generation, also can be used as food for human being. അല്ലെ. സീഡ് ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്ത് ഡോർമൻസിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം കാലകാലം നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ നട്ട് വിളിപ്പിക്കുകയും ചെയ്യും. ഇപ്പൊ നെല്ലിന്റെ ഞാൻ പറഞ്ഞു, വിളവെടുത്തു, ഒരാഴ്ച കഴിഞ്ഞ് നെല്ല് ചീഞ്ഞു പോകുന്ന സ്വഭാവം നെല്ലിനുണ്ടായിരുന്നു എന്ന് ഓർത്ത് നോക്കി. ഒരാഴ്ച കഴിഞ്ഞാൽ ചീഞ്ഞു പോകുന്ന സ്വഭാവമായിരുന്നു നെല്ലിനെങ്കിൽ നെൽമണികളെല്ലാം തന്നെ ഒരാഴ്ച കൂടി തിന്നു തീർക്കട്ടെ. അത് കഴിഞ്ഞ അടുത്ത സീസൺ വരെ പട്ടി കിടക്കണം. സീഡ് അവിടെ നടാറുണ്ടോ? ഇല്ല. അപ്പൊ ഇതെല്ലാം സീഡിന്റെ പ്രത്യേക സ്വഭാവമല്ലേ. We can dehydrate seed into dormancy and can be kept for a long period for consumption for human being, also for generating next generation. അടുത്ത തലമുറ സസ്യങ്ങളെ ഉണ്ടാക്കാൻ നമുക്ക് സീഡ് സൂക്ഷിച്ചു വെക്കാന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. അതെല്ലാം തന്നെ എന്താണ്, these all are helping for the that is called for the sustainability of human being and also for the agriculture, also for the keeping of generation of plant for long period and for so many generations. അല്ലെ. ചെടികളിൽ നിന്ന് സീഡ് ഉണ്ടാക്കിയെടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും. ചെടിയുടെ തലമുറ സൃഷ്ടിക്കാൻ കഴിയും. അപ്പൊ മനുഷ്യരിൽ നിന്ന് മനുഷ്യന്റെ തലമുറ സൃഷ്ടിക്കാൻ കഴിയും. അല്ലെ. അത് വലിയ കാര്യം തന്നെയാണ്. ഇനി സീഡിന്റെ വയബിലിറ്റി എന്ന് വെച്ചാൽ നെക്സ്റ്റ് പോയിന്റ്. അപ്പൊ ഇതൊക്കെ നോട്ടോണം ഞാൻ പോയിന്റ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്യാവശ്യം ഈ ചാപ്റ്റർ ചെയ്യുമ്പോൾ നോട്ട് ഇടും. ആ നോട്ട് പോയിന്റ് ജോലി. അത് സീഡ് വയബിലിറ്റി. പോളൻ വയബിലിറ്റി നമ്മൾ പഠിച്ചാണ് അല്ലെ. എന്ത് പോളൻ വയബിലിറ്റി?
ദാറ്റ് ഇസ് എ പീരിയഡ് ബിറ്റ്വീൻ ഡെവലപ്മെന്റ് ഓഫ് pollen grain ആൻഡ് എബിലിറ്റി ടു ജെർമിനേറ്റ്. അതുപോലെ തന്നെ സീഡിന്റെ വയബിലിറ്റി, സീഡ് ഉണ്ടാകുന്ന സമയം മുതൽ അത് എത്ര കാലം വരെ കിളിക്കാനുള്ള കഴിവുണ്ട് അതിനനുസരിച്ചാണ് സീഡ് വയബിലിറ്റി. നിങ്ങളുടെ അടുക്കളയിൽ ഇങ്ങനെ ചെറുപയറിന്റെ എടുത്ത് നട്ടു കഴിയുമ്പോൾ കിളിക്കും. അപ്പൊ നിങ്ങൾ അടുക്കളയൊക്കെ തൂത്ത് കുറയ്ക്കുമ്പോൾ എടുപ്പിക്കാൻ തുടങ്ങി ചെറുപയർ കിട്ടി, അമ്മ പറയണത് ഇത് 5 വർഷം മുമ്പേ ഇവിടെ വെച്ചിരുന്നതാണ്, നട്ട കിളിക്കും ഇല്ല. അതിന് എന്ത് നഷ്ടപ്പെട്ടു? ഈ വയബിലിറ്റി നഷ്ടപ്പെട്ടു. സോ വാട്ട് ഈസ് സീഡ് വയബിലിറ്റി? ഇറ്റ് ഇസ് എ period between development of seed and the ability to germinate. Period up to which it has an ability to germinate. That can be called as seed viability. It is a period between development of seed and the period up to which it can able to germinate is called seed viability. നോക്കൂ, ചില ചെടികളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന് ലൂപ്പൈൻ ആർട്ടിക്കസ്. ആർട്ടിക് പ്രദേശത്ത് കാണപ്പെടുന്നത് പൈൻ മരമാണ്. ലൂപ്പൈൻ. പൈൻ മരം എന്ന് വെച്ചാൽ ഞാൻ കാണുന്നത് ക്രിസ്മസ് ട്രീ പോലുള്ള മരമാണ് ലൂപ്പൈൻ ആർട്ടിക്കസ്. ഇത് ആർട്ടിക് പ്രദേശമാണ്, ഒരു പൈൻ മരമാണ്. ഇതിന്റെ സീഡ് 10,000 വർഷം കഴിഞ്ഞ് നട്ടാലും കിട്ടും. ഇറ്റ് വിൽ ജെർമിനേറ്റ് ആഫ്റ്റർ 10,000 years. ഇതെങ്ങനെ മനസ്സിലാക്കി? ഒരു സയന്റിസ്റ്റ് ഒരു സീഡ് എടുത്ത് വെച്ചിരുന്നു, 10,000 വർഷം കഴിഞ്ഞിട്ട് കിളിച്ചു. അങ്ങനെ തന്നെ ഫോസിലെ കളക്ട്. ലൂപ്പൈൻ ആർട്ടിക്കസിന്റെ കുറെ ഫോസിൽ കിട്ടി. നോക്കിയപ്പോ ഫോസിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നു. കാർബൺ ഡേറ്റിംഗ് 10,000 വർഷം പഴക്കമുണ്ട്. അതിനോടൊപ്പം 2 സീഡ് കിട്ടി. അതിന് എത്ര വർഷം പഴക്കമുണ്ട്? 10,000. അത് നട്ടപ്പോ കിളിച്ചു വന്നു. എബിലിറ്റി അല്ലേ? ഇത് ആർട്ടിക് പ്രദേശത്തിരിക്കുന്ന മരമാണ്. മഞ്ഞുമൂടിയ പ്രദേശമായതുകൊണ്ട് എപ്പോഴും അത് മഞ്ഞുമൂടി കിടക്കുന്നുണ്ട്, കിളിക്കാനുള്ള സാഹചര്യം എപ്പോഴും കിട്ടത്തില്ല. അതുകൊണ്ട് അത് നേടിയെടുത്തൊരു കഴിവാണ്. കുറേ കാലം കഴിഞ്ഞാൽ കിളിക്കുന്നത്. മഞ്ഞ് പോകുന്നത് ചിലപ്പോൾ 5, 6, 10 വർഷം തുടർച്ചയായിട്ട് മഞ്ഞുമൂടി കിടന്നതിന് ശേഷമാണ് ഒരു വർഷം മഞ്ഞ് ഉരുകി പോകുന്നത്. അപ്പോഴേ ജെർമിനേറ്റ് ആകത്തുള്ളൂ. അത്രയും കാലം അതവിടെ കിടന്നേക്കത്തുള്ളൂ. അതുകൊണ്ട് അത് നേടിയൊരു കഴിവാണ്. അങ്ങനെ തലമുറ നേടി അവസാനം 10,000 വർഷം കഴിഞ്ഞ് കിളിക്കാനുള്ള കഴിവ് വരെ നേടിയിട്ടുണ്ടല്ലോ. സോ ലൂപ്പൈൻ ആർട്ടിക്കസ് ആൻഡ് സീഡ് വയബിലിറ്റി is up to 10,000 years. മറ്റൊന്നാണ് ഡേറ്റ് പാം. ഇവിടെ ഡേറ്റ് പാം, ഈന്തപ്പന, ഫിനിക്സ് ഡാക്ടിലിഫറ. ഫിനിക്സ് പക്ഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്വന്തം ചിതയിൽ നിന്ന് കത്തിയെറിഞ്ഞ ചിതയിൽ നിന്ന് വീണ്ടും ഉയർന്നെഴുന്നേൽക്കുന്ന ഒരു യവന സംഘത്തിലെ പക്ഷിയാണ് ഫിനിക്സ്. അതുപോലെ തന്നെ എത്ര കഴിഞ്ഞാലും വീണ്ടും അത് ജെർമിനേറ്റ് ചെയ്ത് വരും. അതിനാണ് ആ പേര് വന്നിട്ടുള്ള. അങ്ങനെ ആയിരിക്കാം. ഇതിന്റെ പേര് ഫിനിക്സ് ഡാക്ടിലിഫറ അഥവാ ഡേറ്റ് പാം. ഇതിന്റെ വാലിഡിറ്റി പീരീഡ് 2000 വർഷം. 2000 വർഷം, 2000 years. ഇതെന്താ? അത് കിങ് ഹെറോഡ് എന്ന് പറഞ്ഞ ഹെറോഡ് രാജാവ്, റെഡ് സിയുടെ സമയത്ത് പണ്ട് ഭരിച്ചിരുന്ന രാജാവാണ് കിങ് ഹെറോഡ്. 2000 വർഷം മുമ്പാണ്. നമ്മുടെ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള രാജാവാണ് അദ്ദേഹം. റോമിലൊരു രാജാവായിരുന്നു കിങ് ഹെറോഡ്. ഇദ്ദേഹത്തിന്റെ ഒരു കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം പിന്നീട് നശിച്ചപ്പെട്ടു റെഡ് സിയുടെ സമയത്ത്. പിന്നെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തി അവിടെ എല്ലാം പര്യവേഷണം നടത്തിയപ്പോൾ കുറച്ച് ഈന്തപ്പനയുടെ സീഡ് കിട്ടി. ഏതാണ്? ഡേറ്റ് പാം. സ്വാഭാവികമായിട്ട് എത്ര വർഷം പഴക്കമുണ്ട്? 2000. പക്ഷെ അത് നട്ടപ്പോ അത് കിളിച്ചു വന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദിസ് ഡേറ്റ് പാം സീഡ് ഹാസ് എ സീഡ് വാലിഡിറ്റി അപ് ടു ഹൗ മെനി ഇയേഴ്സ്? 2000 years. മനസ്സിലായില്ല? മനസ്സിലാക്കി വെച്ചത് നമ്മുടെ ബോർഡ് എക്സാം ചോദിച്ചു കാണാമല്ലോ, എൻട്രൻസിന് ചോദിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ്. ഇനി നമ്മൾ കണ്ടുള്ള സീഡുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാം, വാട്ട് ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട്? ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ചക്കപ്പഴം. ലോകത്തുള്ള ഏത് മരങ്ങളെടുത്താലും ഏറ്റവും വലിയ ഫ്രൂട്ട് ചക്കപ്പഴമാണ്. നമ്മുടെ നാട്ടുകാരാണ്. നമ്മളിപ്പം ഏഷ്യാന്റെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 മുമ്പ് 65 കിലോ ഭാരമുള്ള ചക്ക വെഞ്ഞാറുമുഴയാണ് പറഞ്ഞിച്ചു അല്ലേ? ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ഫ്രൂട്ട്. വാട്ട്സ് ദ ബിഗ്ഗസ്റ്റ് സീഡ്? ബിഗ്ഗസ്റ്റ് സീഡ് എന്ന് പറയുന്നത് ഡബിൾ കോക്കനട്ട് എന്ന് പറയുന്ന ഒരു തേങ്ങ നമ്മുടെ മാലദ്വീപുകളുണ്ട്. കോക്കോസ് മാലദ്വീപിക്കാന എന്നൊക്കെ വിളിക്കുന്നത്. ആ 2 ഇരട്ട തേങ്ങയാണ്. ഒരു തേങ്ങ നമ്മുടെ ഒരു തേങ്ങ ഇങ്ങനെ ഇരട്ട തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക? ഇതാണ് സീഡ്. ഇതാണ് ഏറ്റവും വലിയ സീഡ്. ബിഗ്ഗസ്റ്റ് സീഡ് പ്ലാന്റ് വിത്ത് ബിഗ്ഗസ്റ്റ്. പഠിക്കാൻ തിരിച്ചു പറയുന്നുള്ളൂ. സ്മാളസ്റ്റ് സീഡ് എന്ന് പറയുന്നത് ഓർക്കിഡുകളുടെയാണ്, ടൈനി സീഡ്സ്. സോ കുറെ ചെടികളുണ്ട്. ഏതൊക്കെ നോക്കും? ഒന്ന് സ്ട്രിഗ, മറ്റൊന്ന് ഫൈക്കസ്, ആൽമരം. ചെറിയ സീഡുകളുണ്ടാകും, ചെടിയ പേരുകളുണ്ട്. ഓർക്കിഡ്, ഓർലോബോംഗെ എക്സെട്രാ പ്രൊഡ്യൂസേഴ്സ് സ്ട്രിഗ. ഇതൊക്കെ എന്താ പറയുമ്പോൾ ഫൈക്കസ് ആൽമരമാണ്. ഓർക്കിഡ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഓറോബോംഗയും സ്ട്രിഗയൊക്കെ തന്നെ റൂട്ട് പാരസൈറ്റിക് പ്ലാന്റുകളാണ്.
അത് മറ്റടുത്ത് നിൽക്കുന്ന ചെടിയുടെ വേരിൽ നിന്ന് ഫുഡ് അടിച്ച് മാറ്റിയിരിക്കുന്ന ഒരു ചെടിയാണ്. പഠനം അനുസരിച്ചിട്ട് കാണുന്നുണ്ടല്ലോ. ഇത്തരം ചെടിക്കകത്തുള്ള സീഡ് എന്ന് പറഞ്ഞാൽ വളരെ ടൈനി സീഡ്സ് ആണ്. ദേ പ്രൊഡ്യൂസസ് ന്യൂമറസ് ടൈനി സീഡ്സ്. എന്താണ് കൂടുതൽ ടൈനി സീഡ്സ് ഉണ്ടാകുന്നത്? ടു ഇൻക്രീസ് ചാൻസ് ഓഫ് സർവൈവൽ അല്ലേ? ചുമ്മാ ജനറേഷൻ ചോദിക്കുമല്ലോ. ഇനി പറയാൻ വന്നത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് നമ്മൾ നേരത്തെ ഇതേപോലെ വാക്യം പറയും. ഇത് ആൾസോ കോൾഡ് ആസ് പാർത്തനോജെനിസിസ്. പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത് പ്ലാന്റിന്റെ കേസിൽ, അനിമലിന്റെ കേസിൽ പാർത്തനോജെനിസിസ് എന്നും പ്ലാന്റിന്റെ കേസിൽ അപ്പോമിക്സിസ് എന്നാണ് പറയുക. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. Arthrosis development of an organism without fertilization from a unfertilized egg. ശരി, ഇതുപോലെ തന്നെയാണ് ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ is called apomixis. അപ്പോ എന്ന് വെച്ചാൽ വിത്തൗട്ട്, മിക്സിസ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ്. മിക്സിംഗ് ഉണ്ടെങ്കിൽ ആംഫി മിക്സിസ് എന്ന് പറയാൻ ഞാൻ പറയട്ടെ. ആംഫി എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടെങ്കിൽ വരാം ആംഫി മിക്സിസ്. കാരണം രണ്ടെണ്ണം മിക്സ് ചെയ്തു. ആരൊക്കെയാണ്? മെയിൽ ഗാമറ്റ്, ഫീമെയിൽ ഗാമറ്റ് മിക്സ് ചെയ്തു. ആംഫീബിയൻ രണ്ടും കരയിലും വെള്ളത്തിലും. അപ്പോ എന്ന് വെച്ചാൽ നോ, അപ്പോ കാർപ്പസ് നോ ഫ്യൂഷൻ എന്നല്ലേ? അത് നോ അപ്പോ എന്ന് വെച്ചാൽ മിക്സിംഗ് ഇല്ല. ആരും മിക്സ് ചെയ്ത് മെയിൽ ഗാമറ്റ് ഫീമെയിൽ ഗാമറ്റ് മിക്സ് ചെയ്യില്ല. പക്ഷെ എന്താണ് സീഡ് ഉണ്ടായി അല്ലേ? സോ ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ is called apomixis. Development of fruit without a seed is called parthenocarpy. Development of organism without fertilization is called പാർത്തനോജെനിസിസ്. തമ്മിലുള്ള വ്യത്യാസങ്ങളെല്ലാം പഠിച്ചോണം. പാർത്തനോജെനിസിസ്, പാർത്തനോകാർപ്പി, അതുപോലെ തന്നെയാണ് അപ്പോമിക്സിസ്. ഡെവലപ്മെന്റ് ഓഫ് സീഡ് വിത്തൗട്ട് ഫ്രൂട്ട് ഈസ് കാൾഡ് അപ്പോമിക്സിസ്. അതെങ്ങനെ ഉണ്ടാകും? സീഡ് ഉണ്ടാകും, ഫെർട്ടിലൈസേഷൻ ഇല്ല. അതങ്ങനെയാണ്. സീഡിനകത്ത് എംബ്രിയോ ഉണ്ടല്ലോ, എംബ്രിയോ ഉണ്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതാണ് ഇപ്പോൾ പഠിച്ചത്. ഇത് വളരെ റെയർ കേസാണ്. ഇങ്ങനെ സംഭവിച്ചിരിക്കും. അതായത് എംബ്രിയോസ് ആണ്. ഈ എംബ്രിയോസ് ആ ഉണ്ടാകുന്നതിന് മുമ്പ് റിഡക്ഷൻ ട്യൂഷൻ നടക്കണമെന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ റിഡക്ഷൻ ട്യൂഷൻ നടക്കുന്നതുകൊണ്ടാണല്ലോ എഗ് എന്തായി മാറിയത്, എന്നായത്. എന്നാൽ ചില ചെടിക്കകത്ത് റിഡക്ഷൻ ട്യൂഷൻ നടക്കത്തില്ല. അങ്ങനെ വരുമ്പോ ഇതിനകത്തുള്ള എഗ് എന്തായിരിക്കും? ട്യൂൻ ആയിരിക്കും. ആ എഗ് നേരിട്ട് എന്താവും? സൈഗോട്ടാവും. സൈഗോട്ട് ടു എംബ്രിയോ. വൺ ചാൻസ് ഓഫ് അപ്പോമിക്സിസ്, ഒന്നാം ചാൻസ് ആണ്. വിത്തൗട്ട് റിഡക്ഷൻ ട്യൂഷൻ egg may be produced in the embryo sac. Embryo sac എല്ലാ സെല്ലും അപ്പോൾ തന്നെയായിരിക്കും, ട്യൂൻ തന്നെയായിരിക്കും അല്ലേ? അപ്പൊ വിത്തൗട്ട് റിഡക്ഷൻ ഡിവിഷൻ embryo sac is produced with the diploid zygote, means diploid gamete. That gamete will develop into directly become zygote. Zygote will be embryo. So there is no fertilization, but there is embryo and there is അല്ലേ? അത് ചാൻസ് ഉണ്ടല്ലോ. So one chance is that without meiosis embryo sac is produced. All the cells are diploid. Now the egg is also diploid. The egg directly develop into zygote, zygote to embryo, and ovule becomes seed. ഒരു ചാൻസ് അല്ലേ? ഈ വേറെ ചാൻസ് എന്താ പറയാ? എംബ്രിയോസ് ചുറ്റിരിക്കുന്ന സെല്ലുകളാണ് ന്യൂസിലസ്. ഈ ന്യൂസിലസിലെ ചില സെല്ലുകൾ ഇങ്ങോട്ട് ചാടിപ്പോയി. ഒരു സൈഗോട്ടായിട്ട് ആക്ടിങ് ആണ്. ന്യൂസിലസ് ട്യൂൻ ആണല്ലോ. ന്യൂസിലസ് ട്യൂൻ ആണല്ലോ. അത് ചില സെല്ലുകൾ ഇങ്ങോട്ട് പ്രൊട്രൂഡ് ചെയ്യുന്ന ഭാഗമാണ്. സം സെൽ ഓഫ് ദി ന്യൂസിലസ് പ്രൊട്രൂഡ് ഇൻടു ദി എംബ്രിയോ സാക്. അതുകൊണ്ട് തുളച്ചതിന് ശേഷം ഇറ്റ് ആക്ട് ആസ് എ സൈഗോട്ട്. അപ്പൊ രണ്ടു തവണ വരും. അങ്ങനെ ഇതൊരു ഒന്ന് രണ്ട് എംബ്രിയോസ് വരാം. അപ്പോൾ ഇതേ കാര്യം ഡിപ്ലോയിഡ് സെല്ലിൽ എംബ്രിയോ സാക് ദാറ്റ് ബിക്കംസ് സൈഗോട്ട്, ദാറ്റ് വിൽ ഡെവലപ്പ് ഇൻടു എംബ്രിയോ. ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു സീഡിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് വരാം. ആ അവസ്ഥ വിളിക്കുന്നതാണ് പോളി എംബ്രിയോണി. അതെന്ന് ചോദിക്കാം, വാട്ട് ഈസ് പോളി എംബ്രിയോണി? സ്ഥിരം ചോദിക്കുന്നതാണ്. പോളി എംബ്രിയോ ഇസ് ഡെവലപ്മെന്റ് ഓഫ് മോർ ദാൻ വൺ എംബ്രിയോ ഇൻ എ സിംഗിൾ സീഡ്. ഒരു സീഡിനുള്ളിൽ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഉണ്ടാകുന്ന മെത്തേഡ് വിളിക്കുന്ന പേരാണ് പോളി എംബ്രിയോണി. ആ സാധനം കാണുന്നുണ്ട്, ഓറഞ്ചിനകത്ത് കാണും, മാങ്ങയിലും കാണും. നിങ്ങൾ ഈ പഴം കാണുന്നുണ്ടല്ലോ. ആ മാങ്ങയുടെ നിങ്ങൾ വീട്ടിലെവിടെങ്കിലും മാവിന്റെ സീഡ് പിന്നെ കാഴ്ച കിളിച്ച് റിപ്പോർട്ട് നോക്കിയാൽ അറിയാം. സാധാരണ നിങ്ങൾ പയർ സീഡ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കശുവണ്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു തയ്യലുണ്ടാവും, ഒരെണ്ണ ഉണ്ടാവും.
പക്ഷെ മാങ്ങയുടെ സീഡാണ് നടന്നെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം, ചിലപ്പോൾ 3 തൈ വരെ ഉണ്ടാകും. ആ ഫോട്ടോ ഒന്ന് കണ്ടാൽ ഒരു സീഡിൽ നിന്ന് ഇൻസെക്ട് നോക്കുമ്പോൾ ഒരു സീഡിൽ നിന്ന് 2-3 തൈ ഉണ്ടായിരുന്നുണ്ട്. പറമ്പിലുള്ള മാങ്ങ എടുത്ത് നോക്കും, മാങ്ങയുടെ നട്ട് പിടിച്ച് നോക്കി 3 തൈ ഉണ്ട്. അപ്പൊ എന്താ ഒരു മാങ്ങക്കകത്ത് ഒരു എംബ്രിയോ ആണെങ്കിൽ ഒരു റാഡിക്കൽ ഒരു പ്ലൂമികളെല്ലാം കാണും. ഒരു പ്ലൂമിൽ ഒരു ഷൂട്ടെല്ലാം ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ എംബ്രിയോസ് ഉണ്ടല്ലേ, അതുകൊണ്ടാണ് ഉണ്ടായത് ഒന്നിൽ കൂടുതൽ തൈകൾ ഉണ്ടായത്. സോ ദിസ് ആണ് പോളി എംബ്രിയോണി. സോ വാട്ട് ഇസ് പോളി എംബ്രിയോണി? ഡെവലപ്മെന്റ് ഓഫ് മോർ ദാൻ 1 embryo ഫ്രം എ സീഡ് ഇസ് കാൾഡ് പോളി എംബ്രിയോണി. ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഓറഞ്ചിന്റെ സീഡ് എടുത്ത് ഒരു മേശപ്പുറത്തങ്ങനെ വെച്ച് വാങ്ങിയാണെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കുഞ്ഞായിട്ടുള്ള ധാരാളം എംബ്രിയോസ് പുറത്തിയാടും. അങ്ങനെ ചെയ്യാൻ പറയുന്നത്. When you squeeze an orange seed, you can see so many young embryos are coming out. What is the process called? എന്ന് ചോദിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങൾ is called polyembryo. ഇത് പണ്ട് വിഷയം ചോദിച്ചാണ്. When an orange seed is squeezed, many embryos came out. What is the method called? What is the phenomenon? The method is called, the phenomenon is called polyembryo. And what is the reason? Reason ആണ് there may be one diploid egg that will directly act into zygote, or some cell from the nucleus may enter into the embryos and act as zygote. All these may become embryos. That is the reason for the development of polyembryo. ഇനി ഒരു കാര്യം, ഈ അപ്പോമിക്സിസ് വഴി ഒരു സീഡ് ഉണ്ടാക്കി. അപ്പോമിക്സിസ് വഴി ഒരു സീഡ് ഉണ്ടാക്കി. ഇതെല്ലാം വായിക്കാം. അപ്പോമിക്സിസ് ഒരു സീഡുണ്ട്. ഈ സീഡ് 2n തന്നെയാണ്. കാരണം ഡിപ്ലോയിഡ് സൈഗോട്ടിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഡിപ്ലോയിഡ് എഗ് നേരിട്ട് സൈഗോട്ടായി. ഈ സീഡിന് ജനറ്റിക് വേരിയേഷൻ കാണുമോ? ഇല്ല. കാര്യം ഗ്യാമേറ്റ് ഉപയോഗിച്ചല്ലോ. അപ്പൊ ഇത് ആക്ച്വലി ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ആക്ച്വലി ഇതൊരു എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്, ബട്ട് ഇമിറ്റേറ്റിംഗ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. മിമിക് എന്നാണ്. മിമിക് എന്ന് വെച്ചാൽ അനുകരിക്കുക. മിമിക്രി. മിമിക് എന്ന് വെച്ചാൽ അനുകരണം. മിമിക്രി അറിയത്തില്ല. മമ്മൂട്ടിയുടെ ശബ്ദം, മോഹൻലാലിന്റെ ശബ്ദവും കാണിക്കുന്നത്. So, apomixis is an asexual reproduction, mimic sexual reproduction. So, if you can comment, apomixis is an asexual reproduction, mimic sexual reproduction. Comment. Apomixis is the development of cell without fertilization. Here there is no fusion of gametes, but there produces embryo. Since embryo is produced, it is a method of sexual reproduction, but there is no fusion. So, this is an asexual reproduction, mimic sexual reproduction. ശരിയല്ലേ? അവിടെ ഗ്യാമേറ്റ് ഉണ്ടാകുന്നുണ്ട്, എംബ്രിയോ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ സെക്ഷൽ ഫ്യൂഷൻ. അതുകൊണ്ട് നമുക്ക് പറയാം ദിസ് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മീനിങ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഒരു ചോദ്യം കൂടി, ഈ സീഡ് ജനറ്റിക് വേരിയേഷൻ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ അപ്പോമിക്സിൽ ഒരു പ്ലാന്റ് 50 സീഡ് ഉണ്ടാകുന്ന വെച്ചോളൂ. 50 സീഡ് നട്ട് 50 പ്ലാന്റ് ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ. ഞാൻ ഈ പ്ലാന്റ് വിളിക്കുന്നത് പേരെന്താണ്? ന്യൂ 50 ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്. 50 പ്ലാന്റ് from a single plant having no genetic variation. So this is called clone. വിളിക്കാം, ക്ലോൺ എന്ന് വിളിക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പോമിക്സിനെ എന്തുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ മിമിക് എന്ന് വിളിക്കുന്നു? Because this is an asexual reproduction. It is formation of gametes, but gamete is diploid. Formation of zygote, formation of embryo. All these are the sexual reproduction characteristics. But there is no fusion, so it is a asexual reproduction. A progeny produced will have no genetic variation, and the cells can be called as a clone. അല്ലേ? ഇപ്പൊ ക്ലോൺ ഉണ്ടാകുന്ന 3 മെത്തേഡ് വെച്ചിട്ടുണ്ടെന്ന് പറയും. ക്ലോൺ ഉണ്ടാകുന്ന 3 മെത്തേഡ്. ഒന്ന് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലേ, മറ്റൊന്ന് പാർത്തനോജെനിസിസ് ഇല്ല, ക്ലോണാണ്. അപ്പോമിക്സിസ് ക്ലോണാണ്. ടിഷ്യൂ കൾച്ചർ ക്ലോണാണ്. ടിഷ്യൂ കൾച്ചർ വെച്ചിട്ട് ഇലയാറ്റം മുറിച്ചെടുത്ത് കൾച്ചർ മീഡിയത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരോളം തൈകൾ ഉണ്ടാക്കുകയാണ്. ക്ലോണല്ലേ? സോ ആൾ ദീസ് ആർ ദേർ ഫോർ മേക്കിംഗ് ക്ലോൺ. ഇതൊക്കെ പരീക്ഷ ചോദിക്കുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ ഉള്ളൂ, ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ്. എന്താണ് അപ്പോമിക്സ് പ്രാധാന്യം? അപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുകയാണ്, ഈ അപ്പോമിക്സ് നല്ലതാണോ മോശമാണോ? നിങ്ങൾ പറയും നല്ലതല്ല. കാര്യം ജനറ്റിക് റീകോമ്പറേഷൻ ഇല്ല, ചെടികൾക്ക് സ്വഭാവ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കാലം കഴിയുമ്പോഴത്തേക്ക് ഇവ നശിച്ചു സാധ്യത. ഞാൻ നേരത്തെ ഒരു ക്ലാസ് പറഞ്ഞാണ്, ചെമ്പരത്തിയുള്ള ചെടികളൊക്കെ ഒരു 5,000 വർഷം കഴിഞ്ഞാൽ ഭൂമി കാണില്ല. കാരണം അവയ്ക്ക് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ജനിതക സ്വഭാവം മാറുന്നില്ല. അതുകൊണ്ട് അവ നശിച്ചു. പക്ഷേ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്ന ജന്തുക്കൾ സ്വഭാവ വ്യത്യാസം ഉണ്ടാവുകയും നല്ല ഗുണമുള്ള നിലനിൽക്കുകയും മറ്റും നശിക്കുകയും ചെയ്യുന്നുള്ള നമ്മുടെ എവല്യൂഷൻ തിയറി നമുക്കറിയാമല്ലോ അല്ലോ. അതനുസരിച്ച് അവയ്ക്ക് എന്താ സൗകര്യം അതുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോമിക്സിസ് നടക്കുന്ന ചെടിക്കും
നാശം ഉണ്ടാകാൻ സാധ്യത. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, അതിന്റെ ഗുണമുണ്ട്. എന്താ പറയുക, ഈ അപ്പോമിക്സിസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അതിന്റെ ജെനറ്റിക്സ് ഓഫ് അപ്പോമിക്സിസ് അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ സയൻസുകൾ വളരെ ശ്രദ്ധിച്ച് വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയാണ്. വാട്ട് ഇസ് ജെനറ്റിക്സ് ഓഫ് അപ്പോമിക്സിസ്, എന്തുകൊണ്ടാണ് ചില ചെടിക്കകത്ത് അപ്പോമിക്സിസ് നടക്കുന്നത്. അതിന്റെ ജീൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പരിധിയിൽ നിർത്താൻ കഴിയും അല്ലേ. ഇപ്പൊ തന്നെ ഏതാണ് ഈ മനുഷ്യൻ ഒരു 50-60 വയസ്സ് കഴിയുമ്പോഴത്തേക്കും വയസ്സാകുന്നതിന് ജീൻ മനുഷ്യനെത്തും. ആ ജീനെ അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി സയൻസ് വളരെ കഷ്ടപ്പെടുന്നതാണ്. ആ ജീനെ കണ്ടുപിടിച്ച് ഇനാക്ടിവേറ്റ് ചെയ്യാൻ. അപ്പൊ ഒരു ജീനെ കണ്ടുപിടിച്ച് ഇനാക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ജീന്റെ സ്വഭാവം വരത്തില്ല. അപ്പൊ ഓൾഡ് ഏജിങ് ഉണ്ടാകത്തില്ല അല്ലേ. ഈ മനുഷ്യരിങ്ങനെ മരിക്കാനും പ്രായമാകാനും ഒക്കെ വളരെ വിഷമിക്കുന്ന വ്യക്തികളാണ്. നമുക്കറിയാം, നമ്മുടെ കൊറിയൻ പ്രസിഡന്റ്, ഇപ്പോഴത്തെ കൊറിയൻ പ്രസിഡന്റ്, അയാളുടെ അച്ഛൻ പ്രസിഡന്റും ഒക്കെ ശരിക്കും ഏജിങ്ങിനെ തടയാൻ വേണ്ടി വളരെയേറെ സാധനം ചെയ്തിട്ടുണ്ട്. അയാൾ ആണെങ്കിൽ ഒരു ലാബ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഏജിങ്ങിനെ തടയാൻ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അയാൾ ഈ ചെറുപ്പക്കാരുടെ രക്തം തന്റെ രക്തക്കുള്ളിലേക്ക് കയറ്റി സ്വന്തം രക്തം മാറ്റിയിട്ട് പകരം വയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് അയാൾ പുള്ളി മരിച്ചുപോയി. അപ്പോൾ ആൾക്കാർക്ക് ഏജിങ്ങിനെ പേടിയാണ്. അത് തടയാൻ വേണ്ടി എന്തെല്ലാം പരിപാടിയാണ് ചെയ്യുക. അപ്പൊ ജീൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു 10-50 വർഷം 10 വർഷം കഴിയുമ്പോൾ തന്നെ വലിയ താമസമില്ല. ചിലപ്പോൾ അടുത്ത വർഷം ലൈസൻസ് പുറത്തു വരും ഏത് ജീനാണെന്ന്. കാരണം ജീൻ കട്ട് ചെയ്ത് കളയുക. ഏജിങ് ഇല്ല, എല്ലാവരും മുമ്പിട്ടേ പോലെ എല്ലാ കാലവും ഇങ്ങനെ ഒരേ മാറ്റി. അപ്പൊ അതേപോലെ അപ്പൊ ഇതിന്റെ ജീൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. വാട്ട്സ് ദ ജെനറ്റിക്സ് ഓഫ് അപ്പോമിക്സിസ്. അപ്പോമിക്സിസ് ജെനറ്റിക്സ് എന്താണ്, അത് കണ്ടുപിടിച്ച് എന്താ നേട്ടം? എന്തിനാണ് ചെടിക്കകത്ത് ഈ മതിൽ കണ്ടുപിടിക്കുന്നത്? ഒരു കാരണമാണ്. ആ കാരണം ഇതിലേക്ക് വരാം. ഓക്കെ, ഞാൻ പറയാൻ എന്താണ്, സയന്റിസ്റ്റ് ആർ ട്രൈയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ജെനറ്റിക്സ് ഓഫ് അപ്പോമിക്സിസ്. ദാറ്റ് ഇസ് ഇമ്പോർട്ടൻസ്. വാട്ട് ഇസ് ഇമ്പോർട്ടൻസ് ഓഫ് അപ്പോമിക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്. നോക്കൂ, ഞാനൊരു അടുത്തൊരു നെച്ചെടി എടുത്തു. കണ്ടപ്പോ അതിനകത്ത് 10 സീഡേ പിടിക്കുന്നുള്ളൂ. പക്ഷേ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്, രോഗങ്ങളൊന്നും വരുന്നില്ല. ഈ ചെടിയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് ലോ ഈൽഡ് ആണ്. 10 സീഡ് ഉണ്ട്, പക്ഷേ ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. വേറെ നെച്ചെടിയാണ്, ഇത് 100 സീഡുണ്ട്, പക്ഷെ ഡിസീസ് റെസിസ്റ്റന്റ് അല്ല, രോഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ചെടിക്ക് രോഗങ്ങൾ വരുന്നു, പക്ഷെ ഹൈ ഈൽഡാണ്. ഈ ചെടിക്ക് രോഗങ്ങൾ വരുന്നില്ല, പക്ഷെ ലോ ഈൽഡാണ്. ഹൈ ഈൽഡ്. നിങ്ങൾ ചോദിക്കാം, ഇതിന്റെ ഈ രണ്ട് ചെടിയുടെ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ഉണ്ടോ? ഡിസൈർ എന്ന് വെച്ചാൽ നമുക്ക് താല്പര്യം. ഞാൻ ഇതേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ മാങ്ങ, മധുരം, വലിയ മാങ്ങ, പുളിപ്പ് കമ്പൈൻ ചെയ്യുന്ന കാര്യം. അത് തന്നെയാണ് പറയാൻ വേണ്ടിയില്ല. ഇതിന്റെ ഡിസൈർ ക്യാരക്ടർ, ഇതിന്റെ ഡിസൈർ ക്യാരക്ടർ ഇതാണ്, ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. ഇതിന്റെ ഡിസൈർ ക്യാരക്ടർ ഹൈ ഈൽഡ് ആണ്, ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇതിനെ കമ്പൈൻ ചെയ്യിക്കണം. രണ്ടുകൂടെ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. നമുക്കൊരു ചെടി ഉണ്ടാക്കണം. ആ ചെടി നമ്മൾ എന്തോ പ്രതീക്ഷിക്കുന്നത്? ഹൈ ഈൽഡും പിന്നെ ഡിസീസ് റെസിസ്റ്റന്റ് അല്ലേ. ഇതും കൂടെ കമ്പൈൻ ചെയ്ത് വരണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇമാസ്കുലേഷൻ, ട്രാൻസ്ഫർ ഓഫ് പോളൻ, ഗ്രെയിൻ ബാഗിങ്, റീബാഗിങ് ഒക്കെ ഉണ്ടല്ലോ. അത് ചെയ്താൽ മതി. പക്ഷെ അത് ചെയ്യുമ്പോൾ ഈ രണ്ട് സ്വഭാവം തന്നെ കമ്പൈൻ ചെയ്ത് വരണമെന്നൊന്നുമില്ല. ചെടിക്ക് വേറെ ഒരുപാട് സ്വഭാവം, അതൊക്കെ കമ്പൈൻ ചെയ്ത് വരും. നമ്മൾ ഉദ്ദേശിച്ച സ്വഭാവം കമ്പൈൻ ചെയ്ത് വരണമെന്നില്ല, മനസ്സിലായി? പക്ഷെ അങ്ങനെ കിട്ടും. എങ്ങനെ കിട്ടും? നമ്മൾ ഇതിന്റെ ഒരു 100 മുതൽ 1000 ക്രോസ് വരെ ചെയ്യും. 100 മുതൽ 1000 ക്രോസ് വരെ ചെയ്താൽ ഏതെങ്കിലും ഒരു ചെടിക്ക് ഗുണം കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഈ ചെടി എനിക്ക് അങ്ങനെ ചെടി കിട്ടിയെന്ന് വെച്ചു. ഞാൻ ഈ ചെടിയെ കൊണ്ടുവന്ന് ഓപ്പൺ ഫീൽഡിൽ നട്ടാൽ എന്ത് സംഭവിക്കും? ഈ ചെടിയെ കൊണ്ടുവന്ന് ഞാൻ പറമ്പിൽ നട്ടു, അത് വലുതായി. ഹൈ ഈൽഡാണ്, ഡിസീസ് റെസിസ്റ്റന്റുമാണ് അല്ലേ. നെല്ലല്ലേ, നെല്ല് വേറെ ലോകത്തൊക്കെ ഉണ്ട്. അതിന്റെ ഈ ചെടിയുടെ സ്റ്റിഗ്മയ്ക്കകത്ത് വേറെ ഏതെങ്കിലും ചെടിയുടെ ഒരു പോളനിലൊന്നും വീഴാൻ സാധ്യതയില്ലേ? അപ്പൊ അവിടെ ക്രോസ് പോളനേഷൻ നടക്കത്തില്ലേ? അപ്പൊ ഈ സ്വഭാവം സെഗ്രിഗേറ്റ് ചെയ്ത് പോകത്തില്ലേ, നഷ്ടപ്പെടത്തില്ലേ? ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് പോയിന്റ്. സോ I conducted huge task for combining two desirable characters in artificial hybridization. When this plant is cultivated in open field, the character may be segregated and lost by cross pollination. വേറെ ചെടിയുടെ സ്വഭാവം അതിൽ വന്ന് വീണ് നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ ഈ ചെടിയെ ഞാൻ അപ്പോമിക് ആക്കുവാണ്. How I can make this plant apomic? അത് ജെനറ്റിക്സ് കണ്ടുപിടിച്ചിട്ട് അപ്പോമിക് ആക്കും.
അപ്പോമിക് ആക്കിയ പിന്നെ എന്ത് നടക്കത്തില്ല? സെക്ഷൽ എപ്പോഴും നടക്കത്തില്ല. അല്ലാതെ തന്നെ സീഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ? സീഡ് ഉണ്ടാവും, അടുത്ത തലമുറയുണ്ടാവും, പക്ഷെ സ്വഭാവം നഷ്ടപ്പെടുമോ? ഇല്ല. അതാണ് അപ്പോമിക്സിന്റെ ജെനറ്റിക്സ് കണ്ടുപിടിക്കാനുള്ള പ്രാധാന്യം. മനസ്സിലായില്ല? ഇംഗ്ലീഷിൽ പറയാം. When we are combining two characters, two desirable characters from two plant into a single plant by artificial hybridization, it is a huge task. We have to conduct 100 to 1000 crosses. When this combined plant, newly generated plant with the desirable characters cultivated in an open field, the character may be lost by cross pollination. The character may be segregated by cross pollination. The character may be lost by cross pollination. And in such a case, if the plant is converted into an apomictic plant, the character will not be lost because that plant will not conduct sexual fusion, but it can produce new plants, new seeds. The character will be preserved. മനസ്സിലായല്ലോ? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പോലും ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഒരു 100 പേര് 10 പേരെ എടുത്തത്, ബാക്കി ആരും എടുത്തില്ല. കാരണം അവർക്കൊന്നും തലേന്ന് മറന്നു പോകും. ഈ കഥ ഞാൻ മനസ്സിലാക്കി. ഇതിപ്പോ നിങ്ങൾ മനസ്സിലായി. ഈ പരീക്ഷ ചോദിച്ചാൽ നിങ്ങൾ 100 പേര് 10 പേര് എഴുതും. പലരും പല വളുക്കൂടൊക്കെ എഴുതുന്നു. സോ ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് കാര്യം. മനസ്സിലായാലും ഇതുവരെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ നോട്ട് ഇട്ട് വരും. അത്യാവശ്യം ചിത്രങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പുസ്തകത്തിലുള്ള പഠനം പ്രത്യേകിച്ച് ഇട്ട് വരും. അതെല്ലാം ഒന്ന് വരച്ച് പഠിച്ചോണം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെന്റ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ. അത് കുറച്ച് പഠനങ്ങളൊന്നും വലുതായിട്ടില്ലാതെ കണ്ടന്റ് മാത്രം പറഞ്ഞു പോകേണ്ട ഒരു ചാപ്റ്ററാണ്. പക്ഷെ ആൾസോ വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്.